എല്ലാവർക്കും നമ്മുടെ സ്പോക്കൺ ഹിന്ദി കോഴ്സിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളോട് പറയാണ്, ഞാനിപ്പോൾ കളിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ അവൻ അവളെ കാണാൻ പോവുകയാണ്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോവുകയാണ്. ഇങ്ങനെയുള്ള സെൻറ്റൻസുകൾ എങ്ങനെ നമുക്ക് ഹിന്ദിയിൽ പറയാം? ഒന്ന് നോക്കിയാലോ അല്ലേ? ഇവിടെ 3 ഫോർമുലയുണ്ട്, 3 കാര്യങ്ങളുണ്ട്. ഒന്നാമതാണ് ജാ രഹാ ഹെ, രണ്ടാമതാണ് ജാ രഹി ഹെ. എന്താണ് ജാ രഹി ഹെ? മൂന്നാമതാണ് ജാ രഹേ ഹെ. എന്നുവെച്ചാൽ നമ്മുടെ വെർബ്സുകളില്ലേ, ക്രിയ എന്നുവെച്ചാൽ ഞാൻ പറയാണ് കർണ. കർണ എന്ന് പറഞ്ഞാൽ ചെയ്യുക അല്ലെ. അതുപോലെ കാന എന്ന് പറഞ്ഞാൽ കഴിക്കുക, പീന എന്ന് പറഞ്ഞാൽ കുടിക്കുക. ഇവിടെ ന ഒഴിവാക്കിയിട്ട്, കർണ എന്ന് പറയുന്ന ക്രിയയുടെ ന ഒഴിവാക്കിയിട്ട് അവിടെ ആദ്യം ചേർക്കേണ്ടത് എന്താണ്? നെ ചേർത്തു. അപ്പോൾ കർണ ന ഒഴിവാക്കി നെ ചേർത്തു. കർണേ, പീനെ, കാനെ, ആനെ, ജാനെ. അതിൻ്റെ കൂടെ എന്ത് ചേർക്കാം? അതിൻ്റെ കൂടെ ജാ രഹാ ഹെ, ജാ രഹി ഹെ, ജാ രഹേ ഹെ ചേർക്കുക. ഓക്കെ, ജാ രഹാ ഹെ നോർമലായിട്ട് ജാ രഹാ ഹെ എന്ന് പറയാം. അതൊരു ഫീമെയിൽ ആണെങ്കിലോ ഒരു പെണ്ണാണെങ്കിലോ നമ്മൾ പറയും ജാ രഹി ഹെ. അതല്ല ഒരുപാട് പേരുണ്ടെങ്കിൽ പ്ലൂറൽ ഫോം ആണെങ്കിൽ അതുപോലെ റെസ്പെക്റ്റ് കൊടുത്ത് പറയാൻ വേണ്ടിയിട്ട്, ബഹുമാനം കൊടുത്ത് പറയുമ്പോഴും നമ്മൾ അവിടെ ജാ രഹേ ഹെ എന്ന് പറയാം. രഹേ ഹെ, രഹി ഹെ, രഹാ ഹെ. അപ്പോൾ നമ്മുടെ ഒന്നാമത്തെ സെന്റൻസ് ആണ്, ഞാൻ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോവുകയാണ്. എന്താണ്? ഞാൻ ഇപ്പോൾ കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോകുക. എങ്ങനെ പറയാം? അപ്പോൾ ആദ്യം ഞാൻ എന്താ പറയാ? മേ ആണല്ലോ, തീർച്ചയായിട്ടും. ഇപ്പോൾ എന്താ പറയാ? അബി. അത് കഴിഞ്ഞിട്ട് കുറച്ച് സാധനങ്ങൾ, കുച്ച് സാമാൻ. സാമാൻ എന്ന് പറഞ്ഞാൽ ഇവിടെ സാധനമാണ്, സാധനങ്ങൾ ഹിന്ദിയിൽ. കുറച്ച് സാധനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുച്ച് സാമാൻ. വാങ്ങാൻ, വാങ്ങുക എന്താ പറയാ? ഖരീദന. എന്താ പറയാ? ഖരീദന. ഓക്കെ, ഖരീദന ഇതിൽ ന ഒഴിവാക്കിയിട്ട് നെ ചേർക്കുക. ഖരീദിനെ, ഞാൻ പറഞ്ഞല്ലോ ഖരീദിനെ. അത് കഴിഞ്ഞിട്ട് ജാ രഹാ ഹെ, ജാ രഹി ഹെ, ജാ രഹേ. എന്തെടുക്കാം? ജാ രഹാഹും. ഇവിടെ ഹും ചേർത്തു, അതിന്റെ കാരണം മേ വന്നുകൊണ്ടാണ് അല്ലേ. മേ അബി കുച്ച് സാമാൻ ഖരീദിനെ ജാ രഹാഹും. ഇനി ഇതൊരു ഫീമെയിൽ ആണ് പറയുന്നെങ്കിലോ, ഒരു പെണ്ണ് പറയുകയാണെങ്കിലോ ഞാൻ പറയണം മേ അബി കുച്ച് സാമാൻ ഖരീദിനെ ജാ രഹി ഹും. എന്താ പറയാ? കണ്ടോ, ഇത് പറയണം, ജാ രഹി ഹും. ഓക്കെ, മേ അബി കുച്ച് സാമാൻ ഖരീദിനെ ജാ രഹി ഹും. ക്ലിയർ? ഇവിടെ ഇംഗ്ലീഷിൽ ഉച്ചാരണം കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടാമത് നോക്കാം. അടുത്ത മാസം അവൻ ഒരു പുതിയ കട തുടങ്ങാൻ പോവുകയാണ്. എന്താ പറഞ്ഞ്? അടുത്ത മാസം അവൻ ഒരു പുതിയ കട തുടങ്ങാൻ പോവുകയാണ്. അപ്പൊ അടുത്ത മാസം പറയാം, അടുത്ത മാസം അകലെ മഹിനെ. മഹിനെ എന്ന് പറഞ്ഞാൽ മാസം എന്നാണ്. അകലെ എന്ന് പറഞ്ഞാലോ അടുത്ത. നെക്സ്റ്റ് അകലെ മഹിനെ അവൻ വോ. അത് കഴിഞ്ഞിട്ട് ഒരു പുതിയ കട. അപ്പൊ ഒരു ഏക് പുതിയ നയ എന്ന് പറയാം, നയ. ഓക്കെ, ഇവിടെ ഞാൻ നൈ ചെയ്തിട്ടുണ്ട്. നൈ എന്ന് പറയാനുള്ള കാരണം എന്താ പറയുക? അതിന്റെ കാരണം നമുക്കറിയാം, കട എന്ന് പറയാം ദുക്കാൻ. എന്താ പറയാ? ദുക്കാൻ. ഈ ദുക്കാൻ എന്ന് പറയുന്നത് ഹിന്ദിയിൽ ദുക്കാൻ ഒരു ഫീമെയിൽ ആണ്, ഫെമിനൈൻ ആണ്. ഞാൻ പറയാണ് ജേബ്, പോക്കറ്റ് എന്ന് പറയാം. പോക്കറ്റ് പറയും നമ്മൾ ജേബ് എന്താണ്? ശരിക്കും ഒരു ഫീമെയിൽ ആണ്, ഹിന്ദിയിൽ ഫീമെയിൽ ആയിട്ടാണ് കാണുന്നത്. അതുപോലെ ദുക്കാൻ എന്താണ്? ദുക്കാൻ, ജിന്ദഗി, ജേബ്, ഇതൊക്കെ എന്താണ്? ഫെമിനൈൻ ആണ്. ഇതിനായിട്ട് ഞാൻ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ നിങ്ങൾ കാണണം. ഓക്കെ, ഫെമിനൈൻ, ഫീമെയിൽ ഏതൊക്കെയാണ്, അതുപോലെ മെയിൽ ഏതൊക്കെയാണ്, സ്ത്രീലിംഗം അതുപോലെ പുല്ലിംഗം. അപ്പൊ അങ്ങനെ നോക്കണ്ട, ജസ്റ്റ് പറഞ്ഞാൽ മതി. അഗലെ മഹീനെ വോ ഏക് നയി ദുക്കാൻ खोलने जा रहा है. ഓക്കെ, ശുരു ഓപ്പൺ ചെയ്യുക, കോൽന അല്ലേ. കോൽന ന ഒഴിവാക്ക, നെ ചേർക്കുക. കോൽനെ ജാ രഹാ ഹെ. ഓക്കെ, കാരണം ഇവിടെ വോ ആണല്ലോ, വോ അവനായതുകൊണ്ട് സിമ്പിൾ ആയിട്ടുള്ള ജാ രഹാ ഹെ ഉപയോഗിച്ചാൽ മതി, ജാ രഹാ ഹെ. ഇനി ഞാൻ പറയാണ്, ഇവിടെ അവൻ എന്ന് പറയുന്ന പകരം ഞാൻ ചേർക്കാണ് അവൾ. അപ്പൊ എന്താവും? അഗലെ മഹീനെ വോ ഏക് നയി ദുക്കാൻ കോൽനെ ജാ രഹി ഹെ. അവളാണെങ്കിൽ ജാ രഹി ഹെ, അവനാണെങ്കിൽ ജാ രഹാ ഹെ. ഞാനാണെങ്കിലോ മേ ജാ രഹാ ഹും. കണ്ടോ? അങ്ങനെ. ഇനി ഒരുപാട് പേര് വിചാരിക്കുക, ഞങ്ങളാണെങ്കിലോ ഞങ്ങൾ ഹം ദുക്കാൻ, ഹം നയി ദുക്കാൻ കോൽനെ ജാ രഹേ ഹെ. ഓക്കെ, കാരണം ഒരുപാട് പേരുണ്ടാകുമ്പോൾ ജാ രഹേ ഹെ. ഫീമെയിൽ ആകുമ്പോൾ ജാ രഹി ഹെ. അവരാണെങ്കിലോ ജാ രഹാ ഹെ. ഞാനാണെങ്കിലോ ജാ രഹാ ഹും. ഇനി അടുത്താണ്, ഇപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോവുകയാണ്. അപ്പൊ ഇപ്പോൾ എന്താ പറയാ? അബി. ഞങ്ങൾ ഹം. കളിക്കാൻ, കളിക്കുക, കേൾനാണല്ലോ, ന യുവാക്ക, നെ ചേർക്ക, കേൽനെ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ജാ രഹേ ഹെ, കാരണം ഞങ്ങളാണ്, ഒരുപാട് പേരുണ്ട്, പ്ലൂറൽ ഫോം ആയതുകൊണ്ട്
നമ്മൾ ചേർക്കും ജാ രഹേ ഹേ. അബി ഹം ഖേൽനെ ജാ രഹേ ഹേ. അബി ഹം ഖേൽനെ ജാ രഹേ ഹേ. അതുകൊണ്ട് എന്ന് പറയാം, അതുകൊണ്ട് ഇസ്ലിയേ. അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ്ലിയേ ഞാൻ മേ നിങ്ങളെ പിന്നെ കണ്ടോളാം. ഇസ്ലിയേ മേ ആപ്കോ ഫിർ മിലൂങ്ക. ഇവിടെ ആപ്കോം ചേർക്കാം, അല്ലെങ്കിൽ ആപ്സെ എന്ന് പറയാം. ഇസ്ലിയേ മേ ആപ്സെ ഫിർ മിലൂങ്ക, അല്ലെങ്കിൽ ഇസ്ലിയേ മേ ആപ്കോ ഫിർ മിലൂങ്ക. ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ എന്താണ്? ഫിർ എന്ന് പറഞ്ഞാൽ പിന്നെ. അപ്പം എന്തായി? അബി ഹം ഖേൽനെ ജാ രഹേ, അബി ഹം ഖേൽനെ ജാ രഹേ ഹേ, ഇസ്ലിയേ മേ ആപ്കോ ഫിർ മിലൂങ്ക, അല്ലെങ്കിൽ ഇസ്ലിയേ മേ ആപ്സെ ഫിർ മിലൂങ്ക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്താണ് എനിക്കറിയാം. എനിക്കറിയാം, മേ ജാൻതാവും. മേ ജാൻതാവും അല്ല എന്നുണ്ടെങ്കിലോ നമ്മൾ സ്പോക്കൺ ഹിന്ദിയിൽ എപ്പോഴും ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മുझे पता है. मुझे पता है, मुझे पता है, आपको पता है, उसको पता है എന്ന് പറയാം. ഓക്കെ, മുझे पता है എനിക്കറിയാം. തും നീ, തും ഇപ്പോൾ, അബി അവൻ്റെ കൂടെ, ഉസ്കെ സാത്ത് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഭക്ഷണം കഴിക്കാൻ പോകുക. ഭക്ഷണം കഴിക്കുക പറയാം ഖാന. ഭക്ഷണത്തിനും ഖാന എന്ന് പറയാം, അതുപോലെ കഴിക്കുക അതിനും ഖാന എന്ന് പറയാം. അപ്പോൾ 2 തവണ ചെയ്യേണ്ടി വരും. ഒന്ന് ഖാന, ഇതേതാണെന്ന് അറിയോ? ഇത് ഭക്ഷണം. ഓക്കെ, അടുത്താണ് ഖാനെ. ഈ ഖാന എന്ന് പറയുന്ന ക്രിയയുടെ നാ ഒഴിവാക്കിയിട്ട് ഞാൻ ചേർത്തു. ഖാന ഖാനെ ജാ രഹേ ഹോ. ജാ രഹേ ഹോ, ജാ രഹേ ഹോ. ഇവിടെ തും അല്ല, തും. തും അതുപോലെ ആ, ഈ 2 വേർഡിൻ്റെ കൂടെ ലാസ്റ്റ് നമ്മൾ ഹോ ചേർക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായി? മുझे पता है तुम अभी उसके साथ खाना खाने जा रहे हो, जा रहे हो. ഓക്കെ, ഇനി ഇവിടെ നമ്മൾ കോമ ഉപയോഗിച്ചിട്ടില്ലേ? കോമ. ഈ കോമക്ക് പകരം, കോമ എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തിന് പകരം ഇവിടെ നമ്മൾ കീ ചേർക്കുകയാണെങ്കിലോ, കീ ചേർക്കുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്ററായി. എന്തായി? മുझे पता है की ഉണ്ടോ? മുझे पता है की എന്ന് വെച്ചാൽ ഇവിടെ 2 ചെറിയ സെൻറ്റൻസ് ഉണ്ട്. മുझे पता है സെൻറ്റൻസ് ആണ്. ഇത് കഴിഞ്ഞിട്ട് ഈ ഒരു കാണുന്ന ഇതൊരു സെൻറ്റൻസ് ആണല്ലോ. ഈ 2 സെൻറ്റൻസിനെയും കൂട്ടി യോജിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഹിന്ദിയിൽ കീ ആണ് യൂസ് ചെയ്യാറ്. അപ്പോൾ കീ യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്നും കൂടി ബെറ്റർ ആവും. അങ്ങനെ മുझे पता है कि तुम उसके साथ खाना खाने जा रहे हो. मुझे पता है कि आप एक डॉक्टर हो. मुझे पता है कि वो एक डॉक्टर है. ഓക്കെ, ഇതുപോലെ നമുക്ക് കീ ചേർക്കാവുന്നതാണ് 2 സെൻറ്റൻസിനെ ചേർക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്ത് നോക്കാം. ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോവുകയാണ്. ഞങ്ങൾ വെള്ളം കുടിക്കാൻ പോവുകയാണ് പറയാം. അപ്പം ഞങ്ങൾ എന്താ പറയുക? ഹം അല്ലേ? വെള്ളത്തിന് എന്താ പറയുക? പാനി. കുടിക്കാൻ പീന. പീന എന്ന് പറയുന്ന ക്രിയയുടെ നാ ഒഴിവാക്കിയിട്ട് എന്നെ ചേർക്കാം. പീനെ. ഹം പാനി പീനെ. അപ്പോൾ ഹം ആണല്ലോ, ഒരുപാട് പേരുണ്ടല്ലോ. അപ്പോൾ ജാ രഹേ ഹേ. അപ്പോൾ എന്തായി? ഹം പാനി പീനെ ജാ രഹേ ഹേ ഉണ്ടോ? ഹം പാനി പീനെ ജാ രഹേ ഹേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് സെൻറ്റൻസുകൾ നമുക്ക് എഴുതാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഒരു 3-4 സെൻറ്റൻസ് എഴുതിയിട്ട് कमेंट बॉक्स अयക്കുക. അതുപോലെ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്. आप सबको मेरा बहुत बहुत धन्यवाद.